പോലും ഉപ്പും മുളകും വരാൻ അയച്ച കുട്ടി ഈ നോവൽ വാങ്ങിക്കൊണ്ടുവന്നില്ല എന്നതിന്റെ പേരിൽ വീട്ടിന്റെ മുന്നിലുള്ള തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ച ഒരു സംഭവം ഒരിക്കൽ പത്രത്തിൽ വായിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടാവൽ നന്മയിലേക്കല്ല, അതിനേക്കാൾ വലിയ തിന്മയിലേക്കാണ്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇവരെല്ലാവരും മുത്തക്കൈകളായി പോയതല്ല. പെണ്ണുങ്ങൾ ഈ സൊസൈറ്റിയിൽ വളരെ മോശപ്പെട്ട സമൂഹമായി തീർന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾ നന്നായ സൊസൈറ്റി നന്നാവും. പെണ്ണുങ്ങൾ പക്ഷേ മോശത്തരത്തിലേക്ക് മത്സരിക്കുകയാണ്. ക്ലാസ്സിൽ വന്നുകൊണ്ട് മാത്രമൊന്നും രക്ഷപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവരും അത് ചിന്തിക്കുക. ഞാൻ വിശദീകരിക്കും, ഒന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചു പോകലല്ലേ ആവശ്യം. ഇതൊരു ബഹുമാനിക്കണ സദസ്സല്ല. നമ്മളെ തിന്മ കണ്ടെത്തിയിട്ട് ആ രോഗഗ്രസ്തമായ തിന്മകളെ മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിശ്വാസികളെ കൂട്ടത്തിൽ ഈ കവികളെയും ഈ സാഹിത്യകാരന്മാരെയും പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് സംഗീത ഉപകരണങ്ങളെ കൂടി ഒന്ന് താൽക്കാലികമായി പരിചയപ്പെടാം. അതും ഇബ്ലീസിന്റെ ശബ്ദത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? വസ്തഫസിസ് മനിസ്തതഅത മിൻഹും ബി സൗതിക് എന്നാ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഖാല റസൂലുള്ളാഹി ഇന്നല്ലാഹ യഗ്ഫിറു ലികുല്ലി മുദ്നിബ്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലിസ്വാഹിബി അർബാത, സംഗീത ഉപകരണത്തിന്റെ അനുയായിക്ക് പുറത്തു കൊടുക്കുകയില്ല. സംഗീതം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വീണ വായിക്കുന്ന ആളുകൾ, തബല മുട്ടുന്ന ആളുകൾ, ചേങ്ങലയടിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളെ പിശാചിന്റെ വാക്കുകൾ, പിശാചിന്റെ ശബ്ദം കൊണ്ട് മനോഹരമാക്കുന്ന, അതുകൊണ്ട് അവരെ കർണപുടങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും പുറത്തു കൊടുത്താലും അവർക്ക് പുറത്തു കൊടുക്കില്ല. സാഹിബി കൂബ, ചെണ്ടയുടെ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് കേട്ടോളൂ. അബീ മാലിക് അശ്അരി റളിയല്ലാഹു അൻ സവാജിറിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ ആദ്യം പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേറൊരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി ഖാല അൻ അബീ മാലിക് അശ്അരി ഖാല ഖാല റസൂലുള്ളാഹി. സംഗീത ഉപകരണം അത് എന്തിന്റെ പേരിലാണ് ഈ വയലിന്റെ കാസറ്റിൽ സംഗീതം കൊടുത്താലും വേണ്ടില്ല. ഒക്കെ അടുത്ത കാലത്ത് ഒരു പുതിയ പ്രവണത ഉണ്ടായി. ഈ വയലിന്റെ കാസറ്റിൽ സംഗീതം കൊടുക്കുക, ഏതായാലും അത് പിശാചിൻ്റെതാണ്. ഇനി അതിനൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. നബിദിന പരിപാടിയൊക്കെ വളരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം. ചില നബിദിന പരിപാടികളൊക്കെ വളരെ വൃത്തികെട്ടതാണ്. എല്ലാവരും ചിന്തിക്കുക, എന്റെ വൃത്തിയാണ് നബിദിനം വൃത്തികെട്ടതായത് കൊണ്ടോ, നബിദിനത്തിന് പാട്ടും പ്രസംഗം നടത്തിയത് വൃത്തികെട്ടതായത് കൊണ്ടോ അല്ല. അതൊക്കെ നല്ല പരിപാടിയാണെങ്കിലും ഈ അബദ്ധം തലേ കയറിയ നമ്മളാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആഴ്ച, ആ മാസം കുമാരസാനുവും അതേപോലെ തന്നെ കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ പാട്ടിന്റെ ശൈലിയായിരിക്കും ഹബീബായ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്ന പാട്ട്. അതൊരു നല്ല പണിയാണ് എന്നത് വിചാരിക്കരുത്. എനിക്ക് നല്ല പണിയായിട്ടല്ല എന്നാ തോന്നുന്നത്. കാരണം അസിൽ അതാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തേ ഇതില്ലേ? അതിന് മാത്രം അതിനൊക്കെ പാട്ടെഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്. തിരുരങ്ങാടിയൊക്കെ ഭാഗത്തുണ്ട്. എന്റെ അവിടെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയ ശൈലി എത്ര ഉണ്ട്? കസ് പാട്ടുകൾ, നല്ല നല്ല ശൈലി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, അലൈക്കും. നബിദിന യോഗത്തിന് പാട്ടുണ്ടാക്കുക. ജാസിം ഗിഫ്റ്റിന്റെ ലജ്ജാവതിയെ പറഞ്ഞോനെ ലജ്ജയില്ല, കേൾക്കണോക്കും ലജ്ജല്ല. ചിന്തിക്കും. ഇതൊക്കെ രീതി നബി വളരെ വൃത്തികെട്ട പരിപാടിയാണിത്. ഹബീബായ റസൂലുള്ളാഹിനെ മദ്ഹ് പാടുന്ന നല്ലതാ. അതിനൊക്കെ പാട്ട് കുട്ടികൾക്ക് കലയൊക്കെ ഉണ്ടാക്കുന്ന പരിധിയൊക്കെ നല്ലതാ. ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു. പക്ഷേ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കലല്ലോ ഞാൻ പറയേണ്ടത്. അള്ളാന്റെ ദീനിനൊക്കെ എതിരാ. എന്തുകൊണ്ട്? അത് ആ രീതിക്കും ആ ശൈലിക്കും പ്രോത്സാഹനം കൊടുക്കല. വളരെ ആലോചിക്കേണ്ട കാര്യത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ദീനിന്റെ ഷിആറിന് വിരുദ്ധമായ ഷിആറുള്ള അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലി ഒരു നിലക്കും നല്ലല്ല. അതേപോലെ തന്നെ ചില നാടകാവിഷ്കാരങ്ങൾ, അതൊന്നും സത്യത്തിൽ പിൽക്കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നാടകത്തിനുള്ള പ്രചോദനം നൽകും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ പഴയ കാലത്തെ രീതിയും ശൈലിയുമാണ് ഈ വിഷയത്തിൽ. എന്താ ഈ പാട്ടും പ്രസംഗമൊക്കെ കുട്ടികൾ നടത്തിയിട്ട് കിട്ടാൻ പോകുന്നത്? അള്ളാന്റെ സ്വർഗ്ഗാണല്ലോ. അള്ളാന്റെ കൂലി കിട്ടണം. അപ്പൊ അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന രീതിയും ശൈലിയുമാണ് അത് ആ വിഷയത്തിൽ കരണീയമായിട്ടുള്ളത്. നിങ്ങളാരും ചിരിക്കണത് കാണുന്നില്ല. ഉമറാക്കളും കുറച്ചൊക്കെ അതൊക്കെ നടത്തുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തൃപ്തി ആയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ നാളെ ക്ലാസ്സിന് വന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ക്ലാസ് എന്ന് നടത്തിക്കൊണ്ടോണം എന്നുള്ള പൂതിയൊന്നുമില്ല. അള്ളാന്റെ ദീന് പറയാൻ കഴിയുന്ന കാലം നടത്തണം.
അള്ളാന്റെ ദീനിന് എതിരായ കാര്യമാണെങ്കിൽ അത് പറയണം, ഏത് കാലത്തും പറയണം. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായി നമ്മൾ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി മാലിക് അൽ-അശ്അരി, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കേണ്ട കേട്ടോ, വിവരമില്ലായ്മ കൊണ്ടാണ്. ഇനി അങ്ങത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി അൻ നബി മാലിക് അൽ-അശ്അരി ഖാല ഖാല റസൂലുള്ളാഹി ലയകൂനു ഫീ ഉമ്മത്തി ഖൗമുൻ യസ്തഹില്ലൂനൽ ഹർറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകളും വരും, യസ്തഹില്ലൂനൽ ഹർറ, അവർ സ്ത്രീകളെ ഹലാലാക്കും. അതായത് തനിക്ക് ഹലാലല്ലാത്ത പെണ്ണിനെ അവൻ ഹലാലാക്കും. വൽ ഖംറ വൽ ഹരീറ, പട്ടിനെ ഹലാലാക്കും. വൽ ഖംറ, കള്ളുകുടിയെ ഹലാലാക്കും. വൽ മആസിഫ, സംഗീത ഉപകരണങ്ങളെയും. ഇത് ഹലാലാക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്കിടയിൽ വരാൻ പോകുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് കേട്ടോളൂ. അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ സൗത സമ്മാറത്തി റാഇൻ, ഒരു ആട്ടിടയൻ, ഒരു സമ്മാറ, അവൻ ഒരു സംഗീത ഉപകരണം, ഒരു വീണ വായിക്കുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ കേട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോയിരുന്നു. യാത്രയിൽ ഒരു റാഴി, അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ആട്ടിടയനെ ഒരു സംഗീതോപകരണം വായിക്കുന്നത് കേട്ടു. ഫജഅല ഉസ്ബുഅൈഹി ഫീ ഉദ്നൈഹി, വേഗം രണ്ട് വിരലെടുത്തിട്ട് ചെവി കയറ്റി. ആര്? ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കയറ്റി. വഅദല അനി ത്വരീഖി, ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്തു. വജഅല യഖൂലു, കൂടെയുള്ള നാഫിഇനോട് പറഞ്ഞു, തസ്മഉ, കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാൽ നഅം, കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്രയും അദ്ദേഹം ചെവിയെന്നെടുത്തില്ല. ഫഹുവ അസറ അലൈഹി, അങ്ങനെ തന്നെ പോയി. ഫലമ്മാ ഖാല ലാ, ഇപ്പൊ കേൾക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ റജഅ ഇല ത്വരീഖി, പഴയ വഴിയിലേക്ക് മാറുകയും ചെവിയെന്നെടുക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലുഹു, ഇങ്ങനെ ഹബീബായ നബി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും നബിയും കൂടി ഒരു സ്ഥലത്തൂടെ യാത്ര പോയപ്പോ ഒരു സംഗീത ഉപകരണത്തിന്റെ ശബ്ദം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലെടുത്തിട്ട് ചെവി കയറ്റി വെച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഈ സംഗീതമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിനുള്ള വേദിയാകുമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ കണ്ടെത്തലുകൾ തെമ്മാടിത്തരമാണ്, തെറ്റാണ്, തിന്മയാണ് എന്ന് വളരെ വിനയത്തോടെ സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി, ശരിക്കും ഇത് തമാശ അല്ല, ഇത് എൻ്റെ നെഞ്ച് കീറി നിങ്ങളോട് പറയാൻ. ഇതിനൊരു മാറ്റം ഉണ്ടാവണം, ഇത് വീട് മാറണം. റഹ്മത്തുള്ളാഹി ഇതിനൊരു കാരണമാവണം. എനിക്കതിന് സ്വർഗം കിട്ടണം, നിങ്ങളും ഞാനും രക്ഷപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നില്ല. അള്ളാഹുവാണ് ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യമില്ല. അള്ളാഹിന്റെ ദീനിലേക്ക് നമുക്കിന്ന് തടിയുള്ള സമയ, നമുക്കിന്ന് ആരോഗ്യമുണ്ട്, എനിക്കിന്ന് അള്ളാഹു സമയം തന്നിരിക്കുന്നു. നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നൊരവസ്ഥയാ, അത് ഞാൻ നന്മക്ക് വേണ്ടി